ഡോക്യുമെന്ററി വിവാദം. നയൻതാരയ്ക്കെതിരെ ധനുഷ് ഹൈക്കോടതിയിൽ. നയൻതാര ധനുഷ് തർക്കം കോടതിയിലേക്ക്. നയൻതാരയ്ക്കെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ സിവിൽ അന്യായം ഫയൽ ചെയ്തു. നയൻതാര പകർപ്പവകാശം ലംഘിച്ചെന്നാണ് ധനുഷ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. ധനുഷിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിക്കായി ഞാനും റൌഡിത്താൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് NOC നൽകാത്തതിനെക്കുറിച്ച് ധനുഷിനെ അഭിസംബോധന ചെയ്ത തുറന്ന കത്ത് പങ്കുവെച്ച് നയൻതാര രംഗത്തെത്തിയതോടെയാണ് കോളിവുഡിൽ വിവാദം ആളിക്കത്തിയത്. പിന്നീട് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ നയൻതാരയുടെ ജന്മദിനമായ നവംബർ 18-ന് ഡോക്യുമെന്ററി റിലീസ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ധനുഷ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ധനുഷ് നയൻതാര വിവാദങ്ങൾക്ക് കാരണമായ ഞാനും റൌഡിത്താൻ സിനിമയുടെ അണിയറ ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സെറ്റിൽ വിഘ്നേഷ് താരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതും നയൻതാരയോട് സംസാരിക്കുന്നതും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ BTS ദൃശ്യങ്ങളും നിർമ്മാതാവിന് അവകാശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് നേരത്തെ നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 16-നാണ് ധനുഷിനെതിരെ നയൻതാര പരസ്യമായി രംഗത്തെത്തിയത്. ഞാനും റൌഡിത്താൻ എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും BTS ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് NOC നൽകിയില്ല എന്നാണ് നയൻതാര ആരോപിച്ചത്. ചിത്രത്തിനെതിരെ 3 സെക്കൻഡ് മാത്രമുള്ള BTS വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് 10 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെന്ന് നയൻതാര പറഞ്ഞിരുന്നു. നവംബർ 18-ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ നയൻതാര വിഘ്നേഷ് ദമ്പതികളുടെ ബിയോണ്ട് ദി ഫെയറി ടെയിൽ ഡോക്യുമെന്ററി ഗൗതം വാസുദേവ് മേനോനാണ് സംവിധാനം ചെയ്തത്. സിനിമാ താരം, ലേഡി സൂപ്പർസ്റ്റാർ, മകൾ, സഹോദരി, ജീവിത പങ്കാളി, അമ്മ, സുഹൃത്ത് എന്നിങ്ങനെ നയൻതാരയുടെ ജീവിതവേഷങ്ങൾ വീഡിയോയിലുണ്ട്.